സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺ ആവുന്നില്ല. ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ മോഡ്യൂളിൻ്റെ ഒരു വയർ വന്നിട്ട് ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോഡ്യൂൾ വെച്ച ബോർഡാണ്, അതിപ്പോൾ അതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ ടി വി ഓൺ ആവുമായിരുന്നു. അതായത് റീട്രേസ് ലൈനാണ് കംപ്ലയിൻറ്റ്. ബേസ് ബോർഡിലൊരു കപ്പാസിറ്റർ വന്നിട്ട് ബൾജിങ് ആണ്. ഓക്കെ, ചെറിയ ബൾജിങ് ഉണ്ട്. പിന്നെ ബോർഡ് അത്യാവശ്യം നല്ല ഡ്രൈയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും കപ്പാസിറ്റർ ഞാനിപ്പോൾ ഊരിയം കളയും. അതിൽ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു കാലൊക്കെ ഇങ്ങനെ പാതി ഒടിഞ്ഞിരിക്കുകയാണ്. ഇതാ ഞാൻ കാണിച്ചു തരാം. ചെറിയ ബൾജിങ് കൊണ്ട് ഒരു കാല് ഇളകി പോയിട്ടുണ്ട്, ഒടിഞ്ഞ്. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്ത് ഉണക്കിയിട്ട് സംഭവം ഓൺ ചെയ്തപ്പോഴത്തേക്കും ഓൺ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ആ ഒരു വയർ ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഒട്ടിച്ച്. ഇപ്പോൾ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്യണം. നല്ല ഡ്രൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡ്രൈ റീസോൾഡർ ചെയ്യുന്നുണ്ട്. റീട്രേസ് ലൈനായിരുന്നു നേരത്തെ. അപ്പോൾ ഏതായാലും നല്ലോണം വാഷൊക്കെ ചെയ്ത് ഉണക്കിയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്യുന്നുണ്ട്, ഡ്രൈ റീസോൾഡറിങ്. ഓക്കെ, അപ്പോൾ ഇനി ബേസ് ബോർഡും റീസോൾഡർ ചെയ്യണം, എന്നിട്ട് ഓൺ ചെയ്ത് നോക്കണം. അപ്പോൾ ബേസ് ബോർഡല്ല എവിടെയായാലും സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഏതെങ്കിലും ലെഗ് ശ്രദ്ധിക്കാതെ തമ്മിൽ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കംപ്ലയിൻറ്റ്സ് അത് കാണിച്ചു വെച്ചാൽ അത് ചാനൽ മാറിക്കൊണ്ടിരിക്കും, ചിലത് വീഡിയോ ഒന്നും വരില്ല. അപ്പോൾ ഏതായാലും ഡ്രൈ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടി വി ഓൺ ചെയ്ത് കറക്റ്റായിട്ട് ഓൺ ആയിട്ടുണ്ട്. വേറൊരു കംപ്ലയിൻസും ഇല്ല, എല്ലാം പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ചാനൽ വേറെയും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, സമയമുണ്ടെങ്കിൽ അതൊക്കെ കയറി ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.